ഡേ 2 വയനാട്. ഞങ്ങളിപ്പോൾ സൂചിപ്പാറ വാട്ടർഫാൾസിൽ പോകുന്ന അതിൽ കൂടെ ഒത്തിരി നമുക്ക് ടീ എസ്റ്റേറ്റ് കാണാം. പിന്നെ ഞങ്ങൾ താമസിച്ച സ്ഥലത്തുനിന്നും പുറകിലും എല്ലാ വീടിൻ്റെ പുറകിലൊക്കെ ടീ എസ്റ്റേറ്റാണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാം. പക്ഷെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, ബിക്കോസ് അവിടെയൊക്കെ പുലി ഇറങ്ങിക്കുമായിരുന്നു. ഇപ്പം ഞങ്ങൾ സൂചിപ്പാറ വാട്ടർഫാളിൽ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ പാർക്ക് ചെയ്ത് കുറച്ച് പാർക്കിംഗ് എമൗണ്ട് പേ ചെയ്യണം. പേ ചെയ്ത ശേഷം സൂചിപ്പാറ വാട്ടർഫാളിൻ്റെ എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് കുറച്ചധികം ദൂരം നടന്ന് പോകണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വ്യൂ പോയിൻറ്റും റെസ്റ്റിംഗ് പ്ലേസും ഒക്കെ ഉണ്ട്. അവരിങ്ങനെ വെള്ളമൊക്കെ നിറച്ച് വെക്കും നമുക്ക് ദാഹിക്കുന്നവർക്കൊക്കെ കുടിക്കാൻ. പിന്നെ ഞങ്ങൾ നടന്ന് ഫൈനലി വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തി. നമ്മൾ വാട്ടർഫാൾസിൻ്റെ അവിടെ വരെ നടക്കാൻ നല്ല ദൂരമാണ്. പക്ഷേ അവിടെ എത്തിയ ശേഷം ഈ വാട്ടർഫാൾസ് കാണുമ്പോൾ അതെല്ലാം നമ്മൾ പറന്നു പോകും. അടിപൊളി വാട്ടർഫാൾ. പക്ഷേ ഞങ്ങൾക്ക് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ഐറ്റനറിയുടെ ആദ്യത്തെ ഐറ്റം ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. ബിക്കോസ് അത് തന്നെ വെള്ളത്തിലിറങ്ങി ഫുൾ നനഞ്ഞിട്ട് വെറുതെ വേണ്ട അല്ലേ. എന്നിട്ട് ഞങ്ങളുടെ കാലൊക്കെ ഒന്ന് ചുമ്മാ ഡിപ്പ് ചെയ്യാൻ വേണ്ടി അടുത്തോട്ട് പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വന്നു. പിന്നെ തിരിച്ചു പോകാൻ നേരത്ത് വഴിയിൽ തന്നെ നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കുറേ ആഡ് കാണിച്ച് കുറേ ചേട്ടന്മാർ അവിടെ നിൽക്കും. അപ്പം ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് കൂടെ കണ്ടിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അതൊരു ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു. ബിക്കോസ് ദ വ്യൂ വാസ് ബ്രെത്ത് ടേക്കിംഗ്. ആ ഫുൾ ഫോറസ്റ്റ് ഒക്കെ കാണാൻ അടിപൊളിയായിരുന്നു. ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടിയിൽ തന്നെ വേറൊരു വാട്ടർഫാൾ ഉണ്ട്. ഈ ഗ്ലാസ് ബ്രിഡ്ജ് നല്ല ഹൈറ്റിലാണ് ഉള്ളത്. നല്ല സ്ഥലമായിരുന്നു. കണ്ടു എന്ത് രസമാണ് കാണാനല്ലേ. അടിയിൽ തന്നെ വാട്ടർഫാളുണ്ട്. വാട്ടർഫാൾ നമുക്ക് പോകാം. പക്ഷേ നമ്മൾ ഓൾറെഡി വാട്ടർഫാളൊക്കെ കണ്ടിട്ടല്ലേ വന്ന് പിന്നെയും ഇനി താഴോട്ട് ഇറങ്ങി മേലോട്ട് കയറുമ്പോഴത്തേക്കും നമ്മൾ ചത്തു പോകുന്നോർത്ത് ഞങ്ങൾ പോയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഇത് കോഴിക്കോടിൻ്റെ അവിടെ താമരശ്ശേരി ചുരം കാണാൻ പോയി. വയനാടും കോഴിക്കോടിൻ്റെ ഇടയിൽ നമുക്കൊരു നല്ലൊരു വ്യൂ കാണുന്നൊരു സ്ഥലമാണ് ഇത്. ഈ കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്ന ആ സ്ഥലമാണ് താമരശ്ശേരി ചുരം. ആ ചുരം പോയവർക്ക് നല്ല അറിയാം അതെങ്ങനെ ആ ചുരം ഒന്ന് ശരത്ത് ഇടപാട് തീരുന്നൊരു ചുരമാണ്. പക്ഷെ ഇവിടുന്ന് കാണാൻ നല്ല ഭംഗിയായിരുന്നു. Please follow for more videos like this. Thank you.